ലുലുവിൻ്റെ മാനേജ്മെൻറ്റ്, ഇവിടെ കൂടിയിട്ടുള്ള ബഹുമാനിതായ വ്യക്തികൾ, ലീഗൽ സർവീസസ് അതോറിറ്റി, പാരാലീഗൽ വോളണ്ടിയേഴ്സ്, പാനൽ ലോയേഴ്സ്, ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ വോട്ട് എൻ്റെ ശക്തി, എൻ്റെ വോട്ട് എൻ്റെ അവകാശം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ അതിനുമപ്പുറം അതിൻ്റെ ശക്തിയാണ്. അവകാശം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ട്. നമുക്ക് ജനനത്തോടു കൂടി തന്നെ ഒരുപാട് അവകാശങ്ങൾ കിട്ടാറുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ ഒന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അവകാശങ്ങളുണ്ട്. അത് കൃത്യമായി ഉപയോഗിക്കാറുണ്ടോ, വിനിയോഗിക്കാറുണ്ടോ, എക്സസൈസ് ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പലപ്പോഴും നമ്മുടെ യുവജനത ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ എന്താ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല എന്ന് കരുതുന്നവരാണ്. ഞാൻ കാരണം ഇവിടെ ഒന്നും സംഭവിക്കാനില്ല, തീർത്തും നിശബ്ദമായി ഇരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതല്ല, സജീവമായി നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ നമുക്ക് പങ്കുവഹിക്കേണ്ടതുണ്ട്. അത് യുവജനതയ്ക്ക് മുമ്പിൽ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് നൽകിയ അവകാശങ്ങൾ, അതിൽ മൗലിക അവകാശങ്ങളുണ്ട്. അത് ജീവിക്കാനുള്ള അവകാശമാണ്. ആ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് വെറുതെ മിയർ അനിമൽ എക്സിസ്റ്റൻസ് അല്ല, മൃഗതുല്യമായ ഒരു ജീവിതമല്ല, മറിച്ച് നല്ല അഭിമാനത്തോടുകൂടി, വിദ്യാഭ്യാസത്തോടുകൂടി, കാര്യഗൗരവത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശം. മറ്റൊരാൾ എന്നെ നെഗ്ലക്റ്റ് ചെയ്യാതെ എനിക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഒരു നല്ല ഭരണ സംവിധാനം ഇവിടെ ഉണ്ടാകണമെന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നാം പ്രവർത്തിക്കേണ്ടത്. നമുക്ക് കുഞ്ഞുമക്കൾ, കുട്ടികൾ സാധാരണഗതിയിൽ നേരത്തെ നമ്മൾ 18 വയസ്സാകുന്നത് വരെ കാത്തിരിക്കുമായിരുന്നു നമ്മുടെ വിരലുകളിൽ മഷി പുരട്ടാൻ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അത്ര താല്പര്യമില്ല. ഈ രാഷ്ട്രീയത്തിൽ, രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തനങ്ങളിൽ ഒക്കെ യുവാവ് എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ പങ്കൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യം, എൻ്റെ കുടുംബം അത് ഭദ്രമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതല്ല വേണ്ടത്. ഈ സമൂഹത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ ഐഡിയൽ സിറ്റുവേഷൻ നമുക്കുണ്ടാക്കാൻ കഴിയണം. നാം ഇവിടെ ഈ മോളിൽ വന്ന് നിൽക്കുന്ന അതേ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ അതിനുമപ്പുറം നമുക്കൊരവകാശമുണ്ട്. ആ അവകാശം കൃത്യമായി വിനിയോഗിക്കണം. നടക്കാനും ഇരിക്കാനും ചിന്തിക്കാനും എല്ലാത്തിനുമുള്ള അവകാശത്തെ പോലെ തന്നെ വോട്ടവകാശം, ന്യായമായ നിയമപരമായ അവകാശം, ആ അവകാശം നമ്മളെല്ലാം കൃത്യമായി വിനിയോഗിക്കണമെന്നുള്ളതാണ്. ഇതിന് ഞാൻ തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറിയാണ്, സീനിയർ സിവിൽ ജഡ്ജാണ്. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും ഇലക്ഷൻ കമ്മീഷനും അതുപോലെ ജനമൈത്രി പോലീസും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു അവബോധം. നമുക്ക് ഇതൊക്കെ അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ നമ്മളെ ദിവസവും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അറിവ് ലഭിക്കുന്നതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്.